പരിശുദ്ധ ത്രിയേക ദൈവത്തിന് സ്തുതി. മനന ശിഖരത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടി, ക്രൈസ്റ്റ് ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളതാണ് ഇന്നത്തെ ധ്യാന വിഷയം. ഭാഗ്യവാനായ പൗലോസ് ശ്ലീഹായുടെ പ്രധാനപ്പെട്ട പഠിപ്പിക്കലുകളിൽ ഒന്നാണ് സഭ ക്രിസ്തുവിനാൽ സ്നേഹിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. പൗലോസ് ഈ ഒരു സാദൃശ്യത്തെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതിനും അതിലുള്ള അവരുടെ പരസ്പര സ്നേഹത്തെ മനസ്സിലാക്കി കൊടുക്കുന്നതിനും കുടുംബജീവിതത്തിനുണ്ടാവേണ്ടുന്ന വിശ്വസ്തതയെയും സമർപ്പണത്തെയും സൂചിപ്പിക്കുന്നതിനു വേണ്ടിയാണ് പൗലോസ് ഈ ആശയത്തെ ഉപയോഗിക്കുന്നത്. സഭയെ സംബന്ധിച്ച് സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്നുള്ളത് അതിൻ്റെ യഥാർത്ഥവും അതിൻ്റെ പ്രാഥമികവുമായ സ്വത്വമാണ്. ഇറ്റ് ഈസ് ദി ഐഡന്റിറ്റി ഓഫ് ദ ചർച്ച്. സഭയെ സംബന്ധിച്ച് അതിൻ്റെ ചരിത്ര വഴികളിൽ അതിന് പല ബഹുമാനങ്ങളും ആദരവുകളും പദവികളും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റെല്ലാ പദവികളെക്കാളും, മറ്റെല്ലാ ബഹുമതികളെക്കാളും, മറ്റെല്ലാ ആദരവുകളെക്കാളും അതിശ്രേഷ്ഠമായ മഹത്വമുള്ള പദവിയാണ് സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്നുള്ളത്. ഈ പദവി നശ്വരമല്ല, അനശ്വരമായതാണ്. ഈ പദവി ലൗകികമല്ല, ഇത് ആത്മീകമാണ്. ഈ പദവി താൽക്കാലികമല്ല, അത് നിത്യമായതാണ്. സഭയെ മറ്റേത് മത സാമൂഹിക പ്രസ്ഥാനങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് സഭയും യേശുക്രിസ്തുവും തമ്മിലുള്ള ഈ ബന്ധത്തിലൂടെയാണ്. എന്താണ് ഈ ബന്ധത്തിൻ്റെ പ്രത്യേകത? ഒന്നാമത്, ഈ ബന്ധം ഒരു ഉടമ്പടി ബന്ധമാണ്. അതിനെ അൺകണ്ടീഷണൽ കമ്മിറ്റ്മെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിരുപാധികമായ പ്രതിബദ്ധത. 2, സാക്രിഫിഷ്യൽ ലവ് ആണ്. നമുക്കതിനെ അൺകണ്ടീഷണൽ ലവ് എന്ന് വേണമെങ്കിൽ പറയാം. ത്യാഗപരമായ നിരുപാധികമായ സ്നേഹം. കുരിശിലൂടെ ഉണ്ടായ യേശുക്രിസ്തു തൻ്റെ അവസാനത്തെ തുള്ളി രക്തവും നൽകി ഈ സഭയെ വീണ്ടെടുത്തു എന്നുള്ളതാണ്. 3, സാങ്ക്ടിഫിക്കേഷൻ ആണ്. അൺകണ്ടീഷണൽ റിഡംഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. നിരുപാധികമായി വീണ്ടെടുക്കുക. പൗലോസ് ശ്ലീഹ ഈ വേദഭാഗത്ത് അത് സൂചിപ്പിക്കുന്നുണ്ട്. സഭയെ അതിൻ്റെ കറകളിൽ നിന്നും അതിൻ്റെ ചുളുക്കുകളിൽ നിന്നും വീണ്ടെടുത്ത് സകല മാലിന്യങ്ങളിൽ നിന്നും സകല പാപങ്ങളിൽ നിന്നും അതിനെ കഴുകി ശുദ്ധീകരിച്ചു. എന്നാൽ ഈ നിരുപാധികമായ ഉടമ്പടിയിൽ നിന്ന്, ഈ നിരുപാധികമായ സ്നേഹത്തിൽ നിന്ന്, ഈ നിരുപാധികമായ വീണ്ടെടുപ്പിൽ നിലനിൽക്കുവാനും സഭയ്ക്ക് അതിൻ്റെ യഥാർത്ഥമായ സ്വത്വബോധത്തെ നിലനിർത്തുവാനും സാധിക്കുന്നുണ്ടോ എന്ന് ഈ നോമ്പുകാലത്ത് നാം പരിശോധിക്കണം. മണവാട്ടി സഭ എന്നുള്ള പദവിയേക്കാൾ പലപ്പോഴും ലൗകികമായ പല പദവികൾക്ക് പിന്നാലെയും നാം പായാറുണ്ട്. അനശ്വരമായ നിത്യമായ ഈ പദവിയേക്കാൾ നശ്വരമായ താൽക്കാലികമായ പല പദവിക്ക് പിന്നാലെയും നാം പായുന്നുണ്ടോ? അതിലൂടെ നമ്മളുടെ സാക്ഷ്യ ജീവിതം നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്നുള്ള യഥാർത്ഥമായ പ്രാഥമികമായ അതിൻ്റെ സ്വത്വബോധത്തെ തിരിച്ചു പിടിക്കേണ്ടുന്ന, വീണ്ടെടുക്കേണ്ടുന്ന കാലമാണ് നോമ്പുകാലം. അങ്ങനെ അതിൻ്റെ യഥാർത്ഥമായ ആ സ്വത്വബോധത്തെ തിരിച്ചു പിടിക്കണമെങ്കിൽ സഭയ്ക്ക് ഒരു ആത്മബോധം ഉണ്ടാകണം. ഞാൻ ആരാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് പാപബോധത്തിൽ നിന്നും എനിക്കൊരു വിമോചനം സാധ്യമായി തീരുന്നത്. സഭയ്ക്ക് നോമ്പിലൂടെ ഉണ്ടാകേണ്ടുന്നത് ഈ ആത്മബോധമാണ്. നോമ്പിലൂടെ സഭയ്ക്കും അതിൻ്റെ മക്കളായ നമുക്കും അതിൻ്റെ യഥാർത്ഥമായ സ്വത്വബോധത്തെ വീണ്ടെടുക്കുന്നതിനും ഈ ലോകത്തിൽ അതിൻ്റെ സാക്ഷ്യം നിർവഹിക്കുന്നതിനും മുഖാന്തരമായി തീരും. ഈ നോമ്പിലൂടെ ഒരു ആത്മബോധം ഉണ്ടാകുവാനും അതിലൂടെ നമ്മുടെ യഥാർത്ഥമായ സ്വത്വബോധത്തെ വീണ്ടെടുക്കുന്നതിനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.